കരൂർ ദുരന്തത്തിന് ശേഷമുള്ള TVK അധ്യക്ഷൻ വിജയിയുടെ ആദ്യ പൊതുസമ്മേളനം കനത്ത സുരക്ഷയിലാണ്. ഈ റോഡിൽ 11 മണിക്കാണ് പരിപാടിക്ക് തുടക്കമാകുന്നത്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട്. രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതലാണ് നിരവധി പേർ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 35,000 പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കർശന ഉപാധികളോടെയാണ് പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിട്ടുള്ളത്. പ്രായമായവർ വരാൻ പാടില്ല, ഗർഭിണികൾ വരാൻ പാടില്ല, കുട്ടികൾ വരാൻ പാടില്ല. അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു യോഗമായിട്ട് മാറുകയാണ്. വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പരിപാടിയിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അഷ്കറിലെ കരിമ്പയുണ്ട്. അഷ്കറിലെ കരിമ്പ കരൂരിന് ശേഷമുള്ള ഏറ്റവും വലിയ റാലിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ റോഡിൽ നടക്കാൻ പോകുന്നത്. നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി മുതലൊക്കെ വിജയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയുണ്ട്? മൈതാനം നിറഞ്ഞോ? അരുൺ, മൈതാനം രാവിലെ 6 മണി മുതൽ തന്നെ നിറഞ്ഞു തുടങ്ങിയെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി മുതൽ ഇവിടെ വന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. ഇന്ന് രാവിലെ നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഈ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം ആ സമയത്ത് തന്നെ നിറഞ്ഞു കഴിയുന്ന അവസ്ഥയാണ്. ഇപ്പോൾ 9:30 ആകുമ്പോഴേക്കും ഏകദേശം ഗ്രൗണ്ട് മൊത്തം നിറഞ്ഞു എന്ന് പറയേണ്ടി വരും. 35,000 ആളുകൾക്ക് കൊള്ളാവുന്ന രീതിയിലാണ് ഈ ഗ്രൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. മൊത്തം ഓരോ ബോക്സുകളായി തിരിച്ച് ഒരു ബോക്സിൽ 500 ആളുകൾ വീതം എന്നാണ്. അത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികളോ പ്രായമായവരോ ഒന്നും തരത്തിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷേ വലിയ ആവേശം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് കരൂർ ദുരന്തത്തിന് പിന്നാലെ TVKയ്ക്കും വിജയ്ക്കും എത്ര വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിജയെ വലിയ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിമാന പോരാട്ടമാണ് വിജയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് നടത്തുന്ന ആദ്യ പൊതുസമ്മേളനമാണ്, ആദ്യ പൊതുപരിപാടിയാണ് ഇത്. അത് വലിയ തോതിൽ ആളുകൾ എത്തിച്ച് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊന്ന്, സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ വിഷയമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വളണ്ടിയർമാരെ പ്രത്യേകം സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. പ്രത്യേക ബോക്സുകളാക്കി ആളുകളെ ക്രമീകരിച്ചിരിക്കുന്നു. 60ഓളം CCTV ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ ആളുകൾക്കും കൃത്യമായി കുടിവെള്ളം അതുപോലെ തന്നെ ശൗചാലയം അടക്കമുള്ള സംവിധാനങ്ങളടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കരൂരിൽ കുടിവെള്ളം ലഭിക്കാത്തൊക്കെ തന്നെ വലിയ വിഷയമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 84ഓളം മാർഗനിർദ്ദേശങ്ങളാണ് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി മാത്രം പോലീസ് വിജയ്ക്കും TVKയ്ക്കും നൽകിയിരിക്കുന്നത്. അതിന് പുറമെ തന്നെ പാർട്ടിയുടെ പ്രത്യേക സർക്കുലറും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് നൽകിയിരുന്നു. ആരും വിജയുടെ വാഹനത്തെ അനുഗമിക്കരുതെന്നടക്കമുള്ള വലിയ മാർഗനിർദ്ദേശങ്ങളാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിജയ് ഇവിടേക്ക് എത്താൻ പോകുന്നു. വിജയ് വേദിയിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ചേർന്ന TVKയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ വിജയ്യെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ആദ്യത്തെ പൊതുയോഗം കൂടിയാണ് ഇന്നത്തെ. അതുകൊണ്ട് ആ രീതിയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതിനപ്പുറത്തേക്ക് TVKയും തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള സഖ്യ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രം പുതിയൊരു കമ്മിറ്റിയെ കൂടി TVK നിയോഗിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആരൊക്കെ TVKയുമായി സഖ്യം ചേരുമെന്നുള്ള നിർണായക ചോദ്യങ്ങളൊക്കെ തന്നെ തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വിജയുടെ പ്രസംഗം വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ തന്നെയാണ് തമിഴ്നാട് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് DMKക്കെതിരെയൊക്കെ വിജയ് വലിയ വിമർശനം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനടക്കം DMK മുന്നിൽ നിന്നും അടർത്തിയെടുക്കാൻ അല്ലെങ്കിൽ DMK ND അലയൻസിൽ നിന്നും അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ DVK ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ മുഖ്യമന്ത്രിയാവുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വലിയ പ്രചരണം. സ്ത്രീകളടക്കമുള്ളവരുണ്ട്. വിജയ് സിഎമായിരുന്നു. അഷ്കറെ, ഇത് വിജയുടെ സിനിമ ഇറങ്ങുമ്പോ ഫസ്റ്റ് ഷോ കാണാൻ ഇരിക്കുന്ന പോലെയാണല്ലോ. സ്ത്രീകളടക്കമുള്ളവർ വലിയ സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു വിജയുടെ ഒരു സിനിമ റിലീസാകുമ്പോൾ ഏത് ആവേശത്തോടു കൂടിയാണ് കാണുക, അതേ ആവേശത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും ഒത്തിരിക്കുന്നത്. അതിൽ ഈ പ്രത്യേകിച്ച് പ്രായമായുള്ളവരൊക്കെ തന്നെ പരിപാടികൾ ഒഴിവാക്കിയതോടെ പൂർണ്ണമായും ഒരു യുവജന സാഗരം എന്ന് പറയേണ്ടി വരും. സ്ത്രീകളുടെയും അടക്കം വലിയ സാന്നിധ്യം ഇത്രയുമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ. ഒരുപക്ഷെ വിജയ് എത്താൻ ഇനി 3-4 മണിക്കൂർ ഇനിയും ശേഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ വേദികൾ നിറഞ്ഞ് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ തള്ളിക്കയറി വരുന്ന സാഹചര്യം പോലെ നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ ആളുകളാണ് ഓരോ മിനിറ്റുകളിലും ഇങ്ങോട്ട് ഒഴുകിക്കൊത്തിരിക്കും. എന്തായാലും ഈ റോഡിലൂടെ കരൂരിന് ശേഷം വീണ്ടും തനിക്ക് മങ്ങിപ്പോയി ഇമേജ് വീണ്ടും പിടിക്കുക, ആ ലക്ഷ്യത്തോടു കൂടി തന്നെ TVKയുടെ പരിപാടി അതിഗംഭീരമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഗംഭീര സുരക്ഷാ ക്രമീകരണങ്ങളോട് തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നെന്ന് തന്നെ വേണം പറയാൻ. അരുൺ, ഒരു കാര്യം കൂടി അഷ്കർ, എപ്പോഴാണ് 11 മണിക്കല്ലേ വിജയ് എത്തുക? ഇളയ ദളപതി ഇനി ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇവരെ കാത്തിരിക്കേണ്ടി വരും വിജയെ കാണാൻ.
അരുൺ 11 മണി മുതൽ 1 മണി വരെ 2 മണിക്കൂർ സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനകത്ത് വിജയ് വന്ന് പ്രസംഗിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. അതിൽ 11:20 തന്നെ വിജയം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയിൽ നിന്നും വിമാനമാർഗം കോയമ്പത്തൂരിലേക്ക് എത്തി കോയമ്പത്തൂരിൽ നിന്നും റോഡ് മാർഗം ഈ റോഡിലുള്ള വിജയമംഗലം ടോൾ പ്ലാസയ്ക്ക് അടുത്ത് സജ്ജീകരിച്ചിട്ടുള്ള ഈ 16 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വെച്ചാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വിജയ് എത്തുന്നത്. ഏകദേശം 30 മിനിറ്റോളം വിജയ് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ADMK മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഈ ഈറോഡ് കോയമ്പത്തൂർ ഉൾപ്പെടെ നീലഗിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ ശക്തമായ സ്വാധീനമുള്ള വലിയ രാഷ്ട്രീയ നേതാവാണ് AK സെങ്കോട്ടയ്യൻ. ഇപ്പോൾ മുൻ മന്ത്രി കൂടിയാണ്. 9 വർഷത്തോളമായി ഇവിടുത്തെ ായിരുന്നു. അദ്ദേഹം രാജിവെച്ചപ്പോൾ TVK ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീന മേഖല കൂടിയാണ് ഈറോഡ് എന്ന് പറയുന്നത്. അവിടെ പരമാവധി ശക്തി പ്രകടനം നടത്തുമെന്നാണ് TVK ലക്ഷ്യമിടുന്നതും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇളയ ദളപതിയെ കാണാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടത്തെ പ്രേക്ഷകർക്ക് കാണാം. ഇത് ഞാൻ അവിടെ ഒരു വിജയുടെ സിനിമ ഇടുമ്പോൾ വരുന്ന ഒരു തിരക്കാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഒരു തിരപ്പടയമല്ലേ അരസ്യൽ അല്ലേ, രണ്ടും രണ്ടാണ്. പക്ഷേ അത് താമസിയാതെ വിജയിക്ക് മനസ്സിലാവും. വിജയുടെ കരൂരിലെ നീക്കങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനുശേഷം സംഘടിപ്പിക്കുന്ന റാലിയാണ്. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. വിജയ് ഒന്ന് കാണുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുതലൊക്കെ തന്നെ ആളുകളുടെ ഒഴുക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വലിയൊരു ക്രൗഡ് എവിടെയുണ്ട്. നല്ല വെയിലുമുണ്ട്. ആ വെയിലാണ് ഈ പാവങ്ങൾ ഇരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട നായകനെ ഒരു നോക്ക് കാണാനും നായകന്റെ പ്രഖ്യാപനങ്ങൾ കേൾക്കാനും 11 മണി മുതൽ 1 മണി വരെയാണ് വിജയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്.